എന്താ തല്ലാൻ തോന്നില്ലേ? ഇനിയൊന്ന് കൈയുയർത്തി നോക്ക്. അടിക്ക്, അടിക്കാൻ. അല്ലെങ്കിൽ മിണ്ടിയ കയ്യോങ്ങി വരുമായിരുന്നല്ലോ. ഇപ്പൊ പേടി കടന്നുല്ലേ? ഇനി എന്നെ തല്ലാൻ കയ്യോങ്ങിയാലേ ദേ ഈ നമ്പറിലേക്ക് അപ്പ കോൾ പോവും. അതോടെ അഖിൽചന്ദ്രൻ അകത്തു. അവന്റെ ഒരു ആങ്ങള കളിക്കളി. ദേ അച്ഛനെ കുറിച്ച് എനിക്കൊരു പരാതിയില്ല. പക്ഷെ ഇവര് പറയുന്നതും കേട്ട് ഹരീഷിന്റെ കടയിൽ ചെന്ന് ഇനി ബഹളം ഉണ്ടാക്കാൻ നിന്നാ ഇല്ല, പോവില്ല. എന്താ നോക്കുന്നേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞാ അങ്ങനെ ഇറങ്ങിപ്പോവാൻ പറ്റുമോ? ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ നിങ്ങൾ എന്നെ പറ്റത്. അതുകൊണ്ടേ എനിക്ക് ഇറങ്ങിപ്പോവാൻ തോന്നുന്നത് വരെ എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാ. മനസ്സിലായല്ലോ? എന്റെ കാര്യത്തിൽ ഇടപെട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെയും ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ? വാവ്, ശരിക്കും കിടു പരിപാടിയിൽ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എന്നോടുള്ള പെരുമാറ്റം ഒന്ന് കാണണം. എന്തൊരു ഒതുക്കാന്നറിയോ? കണ്ടാലിപ്പോ മാറിപ്പോവാൻ വരെ തുടങ്ങി. ഹരീഷ് നോക്കിക്കോ, നമ്മുടെ കല്യാണത്തിന് ഇനി ഒരു തടസ്സവും കാണില്ല. അതുറപ്പാ. അപ്പൊ ഞാൻ പോട്ടെ. ഹരീഷേട്ടാ, നീ ഇതിനെ വീട്ടിൽ കൊണ്ടാക്ക്. വേണ്ട, ഇത്രയും പുലിവാലൊക്കെ ഉണ്ടാക്കിയതല്ലേ. ഇന്ന് ബൈക്കിൽ ചെന്നിറങ്ങുമ്പോ അവരെ വീണ്ടും അപമാനിക്കാൻ ചെന്ന പോലെ ആവും. അതുകൊണ്ടേ എന്നെ നാളെ കൊണ്ടുവിട്ടാ മതി. ഒന്നിടവിട്ട് വിഷമിപ്പിക്കാം. എല്ലാ ദിവസം വേണ്ട. അപ്പൊ ഓക്കെ. അല്ലല്ല, ഇതൊരു സംശയം. ഇന്നലെ മുതൽ പട്ടിണിയാണെന്ന് പറഞ്ഞിട്ടല്ലേ വന്ന ഉടനെ ബൊറോട്ടയും ബീഫും വാങ്ങിപ്പിച്ചത്? എന്നിട്ട് രാത്രി പരിപ്പറയും കൂട്ടി കൊണ്ടതാ? തുടക്കത്തിൽ ഇവന്റെ ഒരു സെന്റിമെന്റ്സ് കിട്ടാൻ വെറുതെ പറഞ്ഞതാ. ഓ കൊള്ളാം. ശരി എന്നാ. ഹരീഷേട്ടാ, അവള് കാണുന്ന പോലെ ഒന്നും അല്ല. യെസ്, ആബ്സല്യൂട്ട് ബീസ്റ്റ്. എന്നാലും നീ ഇതോടെ കൊള്ളാ ഹരിച്ചേട്ടാ. പോലീസിനെ പേടിച്ച് അവളുടെ വീട്ടുകാരെ ഞാനങ്ങൂല. അതേടാ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ നമ്പർ വരെ കൊടുത്തിട്ടാ ആ SI പോയേ. ഇപ്പൊ അവൾ ഇരിക്കണോടത്തു കൂടി അവളുടെ ആങ്ങളെ വന്നിരിക്കില്ല അത്രേ. മിടുക്കി. എന്നാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കെതിരെ പരാതി കൊടുത്തത് ഇത്തിരി കൂടിപ്പോയില്ലെന്ന് എൻ്റെ ഒരു സംശയം. എന്തുകൂടി പോയെന്നോ? ഒരു സംശയം വേണ്ടത് പേടിട്ടാ. അതെ, അവളെ അത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടാ. യാതൊരു സംശയം വേണ്ട. എന്നാൽ അവളുടെ ധൈര്യം സമ്മതിക്കണം. ആ ധൈര്യം എനിക്കുണ്ടായില്ലല്ലോ. നീതുവിനെ പോലെ ഞാനും ബുദ്ധിപൂർവ്വം പോലീസിനെ വിളിച്ച വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും വീട് വിട്ട് വരേണ്ടി വരുമായിരുന്നില്ല. ഇങ്ങനൊന്നും ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു അല്ലേ? നീതുവിന്റെ അച്ഛനെ പോലെ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ നിധിയുടെ അച്ഛൻ. പോലീസ് നിധി പറയുന്നേക്കോ അതോ അച്ഛൻ പറയുന്നേക്കോ? പിന്നെ അങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലും അവര് ജോലിക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം കാലിൽ നിൽക്കാൻ അവർ അനുഭവിക്കൂ? ഇല്ല. അതവിടെ കഴിഞ്ഞു പോയതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഹരീഷിനോട് അവൾക്ക് നിസ്സാര പ്രേമൊന്നും അല്ല കേട്ടോ. ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നവരെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനല്ലേ അവൾ ഇത്ര സ്മാർട്ടായിട്ട് പോലീസിനെ ഇൻവോൾവ് ചെയ്യിച്ചത്. ഒരു കാരണവശാലും നീ അവളെ കൈവിടരുത് ഹരീഷ്. എനിക്കതേ പറയാനുള്ളൂ. അതെ,
അതുപോലെയല്ലേ എന്നെ വിശ്വസിച്ച് നിധി ഇറങ്ങി പോകുന്നത്. ഒരു കാരണവശാലും ജീവിത അവസാനം വരെ ഞാനും നിധി ഉപേക്ഷിക്കൂല. അയ്യോ, കയ്യിന്ന് പോയി. അല്ല, അങ്ങനെയല്ല, അതിപ്പോ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അറിയാതെ. സോറി സോറി. ഇനി ഇതും പറഞ്ഞാലും പോകുമോ ദൈവമേ? സില്ലി ബോയ്. ചിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിൽ ഹാപ്പിയാണ്. അത് മതി. നോക്കാം. കുന്നേലക്കണ്ടം കവീടം കണ്ടത്തിൽ മാലും മാലോലയ്യ, ഏനൊരു ചെറുതിനെ പറിച്ചു തിന്നപ്പം മാലും മാലോലയ്യ, അവിടെ കിടന്നൊരു മാങ്ങാണ്ടി പൂത്തേ മാലും മാലോലയ്യ, മൈലപ്പൂമാവെന്ന പേരു വിളിച്ചേ മാലും മാലോലയ്യ, മാലും മാലോലയ്യ, മാലും എന്താ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ചീത്ത വിളിക്കാനുള്ള പരിപാടിയാണോ? അല്ല, പിള്ളേരെ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും, നീ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കില്ല. അതുകൊണ്ട് ചുളുവില് ചീത്ത വിളിക്കാന്ന് വിചാരിച്ചു വന്നാണോ? ഇന്ന് ചൊവ്വാഴ്ചയാ. അതുകൊണ്ടാ ചീത്ത വിളിക്കാൻ പാടില്ലേ? ചൊവ്വാഴ്ച നഖം വെട്ടിക്കൂടാന്നാ. ഓ, അതാണ്. എനിക്ക് ഇന്നേ ഒഴിവ് കിട്ടിയുള്ളൂ. ഓ, ബാക്കി ദിവസമൊക്കെ വലിയ പണിയാണല്ലോ. എനിക്ക് പണി ഉണ്ടാവും, ഉണ്ടാവാതിരിക്കും. അതിന് നിനക്കെന്താ? വീടിന് ദോഷം വരുന്ന കാര്യം കണ്ടപ്പോ പറഞ്ഞൂന്ന് മാത്രം. ഈ വീടിന് ഇനി എന്ത് ദോഷം വരാനാ? ചൊവ്വാഴ്ച ദിവസം എന്റെ നഖം മണ്ണിൽ വീഴുന്നത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ വിചാരിക്കണം. ചില കാര്യങ്ങളൊക്കെ നോക്കിയാലേ വീടിന് ഐശ്വര്യം ഉണ്ടാവൂ. അയ്യേ, നീ എന്താ ഒരുമാതിരി തൈക്കിളവികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ? ഒരു കൊച്ചു പെണ്ണാന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല. ഞാൻ കേറാൻ നോക്കിയപ്പോഴേ നല്ല തിരക്കായിരുന്നു. അപ്പൊ കേറണ്ടെന്ന് വെച്ചു. വെറുതെ അല്ല ഇങ്ങനെ ആയ. ഞാനൊന്ന് ചോദിക്കട്ടെ? അയ്യോ വേണ്ടായേ, നീ ഒന്നും ചോദിക്കണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മാത്രം മതി. വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കും. ആ, ചോദിക്കാൻ നീ തീരുമാനിച്ചു. എന്നാ ചോദിക്കണമെന്നൊരു ചോദ്യം എന്തിനാ? ഇവിടെ എല്ലാവരുടെ അച്ഛനല്ലേ നിങ്ങള്? ഓ, അത് നിനക്ക് ചൊവ്വാഴ്ച നേരം പുലർന്നപ്പോഴാണോ മനസ്സിലായേ? അതുപോലെ പെരുമാറുന്ന പ്രവർത്തിക്കുന്നൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ച. എന്നാ ഞാൻ ഇന്നു മുതൽ ഓരോരുത്തരെ പുറത്ത് കയറ്റിയിരുത്തി ആന കളിക്കാം. എന്താ? സുഭാഷ് ചേട്ടന് ഇനിയും കല്യാണം ആയിട്ടില്ല. അതിനുവേണ്ടി അച്ഛൻ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു നല്ല കുട്ടിയെ കണ്ട് കല്യാണം കഴിപ്പിച്ചൂടെ? എന്റെ വീട്ടിൽ എന്റെ അച്ഛനാ എന്റെ ചേട്ടനൊരു നല്ല ആളെ കണ്ടെത്തി കല്യാണം നടത്തി കൊടുത്തത്. നിന്റെ ചേട്ടന് നല്ലൊരാളെ കണ്ടെത്തി കല്യാണം നടത്തി കൊടുത്ത അതേ അച്ഛനാ നിനക്കൊരു കോന്തനെ കണ്ടെത്തി കല്യാണം നടത്താൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നീ വീട് വിട്ട് ഓടി വന്നതെന്നും കൂടി കൂട്ടി പറയും. ശരി, എന്റെ അച്ഛന്റെ കാര്യം വിട. നിങ്ങളൊരു നല്ല അച്ഛനാണല്ലോ. സുഭാഷ് ചേട്ടനൊരു നല്ല കുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്ത എന്താ? മോളെ, നല്ല അച്ഛൻ എന്ന് വെച്ചാൽ ആരാണെന്നറിയോ? തന്നെ പതിനൊരു പെണ്ണിനെ വഴിയിൽ കണ്ടെത്തി കെട്ടിക്കൊണ്ടുവന്നിരുന്നാലും, പ്രേമിച്ച് കെട്ടിക്കൊണ്ടുവന്നിരുന്നാലും, ഇനി ശരിയായ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നാണെങ്കിലും ഒരേപോലെ കാണുന്നവനാവണം. അതാണ് മൈസെൽഫ് ഭാസ്കരൻ. തെങ്ങടിച്ച പരം വീഴും പോലെ വളർന്നിട്ടും അവനൊരു പെണ്ണിനെ കണ്ടെത്താനായില്ലെങ്കിൽ അത് അവന്റെ കുഴപ്പം, എന്റെ കുഴപ്പമല്ല. നീ എന്നോട് ചോദിച്ച ചോദ്യമേ അവനോട് പോയി ചോദിക്കേ. തെങ്ങടിച്ച പരം വീഴും പോലെ വളർന്നിട്ടും അവനൊരു പെണ്ണിനെ കണ്ടെത്താനായില്ലെങ്കിൽ അത് അവന്റെ കുഴപ്പം, എന്റെ കുഴപ്പമല്ല. നീ എന്നോട് ചോദിച്ച ചോദ്യമേ അവനോട് പോയി ചോദിക്കേ. ശരി, നിങ്ങൾ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള അച്ഛനാന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ, അത് വിട്. പക്ഷെ നിങ്ങളുടെ മകന് പ്രേമൊന്നും ശരിയാവില്ലെന്നേ. അപ്പൊ അച്ഛൻ എന്ന നിലയിൽ എന്ത് ചെയ്യണം?
ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കണം. വേണ്ടേ? അല്ല, എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക, നിനക്കെന്താ അവനോട് ഇത്രമാത്രം കെയറിങ്? സുഭാഷ് ചേട്ടനൊരു പെൺകുട്ടിയെ കിട്ടി കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്ന നല്ലതല്ലേ? ആളുകളുടെ വാ അതോടെ അടയില്ലേ? നീ ഒരു പെണ്ണല്ലേ? ഈ വീട്ടിലല്ലേ താമസം? എന്നിട്ട് നാട്ടുകാരുടെ വായ അടഞ്ഞോ? ഇല്ലല്ലോ. ഇനിയൊരു കുട്ടിയോടി വന്നാ ഇപ്പൊ സംസാരിക്കുന്നവര് നിർത്തിക്കോളുന്നേ. ഞാനൊരു കഥ പറയട്ടെ. കഥ കേട്ടിരിക്കാനൊന്നും എനിക്ക് നേരമില്ല. ഞാൻ പറഞ്ഞ ചെയ്യാൻ നോക്ക്. ഒരു നല്ല പയ്യനുണ്ട്, തരക്കേടില്ലാത്ത ജോലിയുണ്ട്, കാണാൻ കൊള്ളാം, തങ്കപ്പെട്ട സ്വഭാവമാണെന്നൊക്കെ പറയാൻ പറഞ്ഞ് നല്ല ബ്രോക്കർമാരെ ഏൽപ്പിച്ചൂടെ? നീ ഇവിടേക്ക് വന്നിട്ട് എത്ര മാസമായി? ഈ വീടിനെ പറ്റി നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? ഈ നാട്ടുകാർക്ക് ഞാൻ വെറൊരു മനുഷ്യനല്ല, കോലപ്പുള്ളി ഭാസ്കരനാ. ഞാനൊരു വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചാൽ ആരെങ്കിലും തരൂ? നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് പിള്ളേരെ അറിയണ്ട. അവർ പിന്നെ നിനക്ക് സൗകര്യം തരില്ല. അല്ല, നിനക്ക് ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്തുവാ? ദിവസവും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ആലോചിക്കാനൊന്നുമില്ലേ? വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലേ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ച് കഴിവ് തെളിയിക്കാൻ നോക്ക്. നിങ്ങളോടൊക്കെ സംസാരിക്കാമെന്ന് എന്നെ പറയണം. ഓ, നീ പറയുന്നേട്ടാ അയ്യോ കുറച്ചു നേരം എന്നോട് സംസാരിച്ചിട്ട് പോന്ന് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. കഷ്ടം. കുന്നേലക്കണ്ടങ്ക വീടം കണ്ടത്തിൽ നിനക്കപ്പോ ഈ ഇമോജിയെ പറ്റിയൊന്നും വലിയ വിവരമില്ല അല്ലേ? ഇല്ലെന്നേ, നമ്മള് വെറുതെ തംസപ്പും ചിരിയും ഹാർട്ടും വഹിക്കും എന്നല്ലാതെ ഇത് ഓരോന്നിനും ഓരോ അർത്ഥമെന്ന് അവള് പറയുമ്പോഴല്ലേ ഞാൻ അറിയണേ. ചിരിക്ക്. എല്ലാവരും ചിരിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. മറ്റാളുകളുടെ ജീവിതത്തെ പറ്റി ഒന്നും അറിയണ്ടല്ലോ. എല്ലാവർക്കും അവരവരുടെ കാര്യം. എന്താ ഇപ്പൊ ഉണ്ടായേ? ഒന്നുമില്ലേ? ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാരും എന്താ ചെയ്തോണ്ടിരുന്നെ? ഇതൊക്കെ തന്നെയല്ലേ? അല്ല, സുഭാഷ് ചേട്ടന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ എല്ലാരും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പല കുടുംബങ്ങളിലും പോയി പെൺകുട്ടിയെ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ എന്താ അതൊന്നും ഇല്ലാത്ത? ഇപ്പോ സുഭാഷ് ചേട്ടന്റെ വിവാഹം കഴിഞ്ഞ് കാണണം നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ആഗ്രഹമില്ലെന്നാ? ഞങ്ങൾക്കാ നന്നായിട്ടുണ്ട്. അത് പറഞ്ഞാ പോരാ, പ്രവർത്തിച്ചു കാണിക്കണം. ഫോൺ നോക്കി തമാശ പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്ന അത് നടക്കില്ല. അല്ല, സുഭാഷ് ചേട്ടന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്താ ഇതുവരെ ചെയ്തിട്ടുള്ളത്? അത് നോക്കിയിട്ടൊന്നും നടക്കാണ്ടായപ്പോ സുഭാഷ് ചേട്ടൻ വല്ലാതെ ഡൗൺ ആയി. കുറച്ചു നാളത്തേക്ക് സുഭാഷ് ചേട്ടന്റെ മൈൻഡ് ഫ്രീ ആവട്ടെ, അതുവരെ ആലോചന ഒന്നും വേണ്ടാന്ന് ഏടത്തിനല്ലേ പറഞ്ഞേ? അതെ. ആ, അത് ശരി. അപ്പൊ കുറ്റം എന്റെ തലയിലിട്ടല്ലേ? അയ്യോ, അങ്ങനല്ല, ഞാൻ പറഞ്ഞു മാത്രം. ഇനി അത് പറഞ്ഞെങ്കിൽ തന്നെ എത്ര നാളായി? ഇനി ആലോചിച്ചോടെയും കൂടെ അതും ഞാൻ വന്ന് പറയണോ? ആദ്യം നിങ്ങൾക്ക് സുഭാഷ് ചേട്ടൻ വിവാഹം കഴിച്ച് കാണണമെന്നുണ്ടോ? അത് പറ. വാ തുറന്ന് പറഞ്ഞൂടെ? വേണം 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 വേണം. അപ്പൊ അതിനുള്ള ജോലി ഉടനെ ചെയ്യാൻ നോക്ക്. എല്ലാം നടക്കും പോലെ ഇത് നടക്കുന്ന വിചാരിച്ച് വെറുതെ ഇരുന്നാ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്നു മുതൽ അതിനുള്ള പണി തുടങ്ങിക്കോണം, കേട്ടല്ലോ? ആ പറഞ്ഞത് കാര്യല്ലേ? ഏട്ടത്തി, എന്താ ഇന്ന് രാവിലെ പെട്ടെന്ന് സുഭാഷ് ചേട്ടന്റെ കല്യാണക്കാരെ എടുത്തിട്ട്? പെട്ടെന്നോ? നല്ല കാര്യേ. നിങ്ങളെല്ലാരും അത് മറന്നതുപോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ഏയ്, മറന്നിട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഒരു ആലോചനയും നടക്കുന്നില്ലല്ലോ. സുനന്ദയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ചു ദിവസത്തേക്ക് ആലോചന ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചു എന്നുള്ള ശരിയാ. എന്ന് വെച്ച് ഇനി ആലോചിക്കണ്ടെന്നില്ലല്ലോ. അതില്ല. ഇനി വൈകരുത് നികേഷ്. എത്രയും വേഗം സുഭാഷ് ചേട്ടന്റെ വിവാഹം നടക്കണം. ആലോചിക്കാം. സുധീഷ് ചേട്ടനെ ഹരീഷ് ഒക്കെ ഞാൻ പ്രൂവ് ചെയ്തോളാം. പറ്റാവുന്ന മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്യണം. ആ ബ്രോക്കറെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നടക്കില്ല. ആ പണി ഞാൻ ചെയ്തോളാം, സീനില്ല. എങ്ങനെയുള്ളൊരു കുട്ടി സുഭാഷ് ചേട്ടന്റെ ഭാര്യയായിട്ട് വരണമെന്നാ നിന്റെ ആഗ്രഹം? അത് പിന്നെ ഏട്ടത്തെ പോലെ ഒരാള്. എന്നെ പോലെയോ? ആ, ഏട്ടത്തി എത്ര പെട്ടെന്ന് ഞങ്ങളുടെ വീടോട്ട് ജെല്ലായത്, അതേപോലെ ഒരാളായ മതി.
നിനക്ക് എങ്ങനെയുള്ള കുട്ടി വേണോടാ? എനിക്കോ? എനിക്കങ്ങനെ തിടുക്കൊന്നുമില്ല. 1 വർഷം കഴിയട്ടെ, കോളേജ് കഴിഞ്ഞിട്ട് ഉടനെ നോക്കാം. 1 വർഷം? ആ, ഒറ്റ കുത്തുവച്ചിരും. ഒരു 28-29 വയസ്സായിട്ടൊക്കെ മതി. 29 ഇത്തിരി ലേറ്റിലെടുത്തി. സുധീഷേട്ടന്റെ കല്യാണം കഴിഞ്ഞു, ഹരിശേട്ടന്റെ പെട്ടെന്ന് തന്നെ കഴിയും, സുഭാഷേട്ടന്റെ കല്യാണം ഉടനെ നടത്തും നമ്മള്. പിന്നെ ഞാനല്ലേ ഉള്ളൂ, എന്തിനാ വൈകിക്കുന്നേ? ഒന്ന് പോടാ, നല്ലൊരു ജോലി വാങ്ങിക്കാൻ നോക്കാതെ. ഓ പിന്നെ നിന്റെ സുധീഷേട്ടന്റെ കല്യാണത്തെ പറ്റി നീ പറയണ്ട. സോറി, ആ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല. നീ ലഞ്ച് എടുത്തില്ലേ? ആ, എടുത്തല്ലോ. ആ, പല ദിവസവും നീ ലഞ്ച് കൊണ്ടുപോകുന്നില്ലെന്ന് സുഭാഷേട്ടനൊരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. ഓ, എന്റെ പൊന്നെടുത്ത് മടുത്തിട്ടാ. എന്നും ഓരോ സാമ്പാർ, പുളിങ്കറി സാമ്പാർ. എന്നും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നില്ലടാ, അതാലോചിക്കേ. അതൊക്കെ ശരിയാ, നമ്മുടെ വായിക്ക് പറ്റണ്ടേ. ഇനി മുതൽ ഞാൻ സ്കിപ്പ് ചെയ്യാൻ കഴിച്ചോളാം പോരെ? ഇടയ്ക്കൊന്ന് സ്റ്റൈല് മാറ്റി പിടിക്കാൻ സുഭാഷേട്ടനോട് ഇടത്തി പറഞ്ഞാൽ മതി. എന്താ എന്താടാ കുട്ടിയോടൊരു ചുറ്റിക്കളി? അയ്യോ, ഞാനല്ല. നീ അല്ലേ? അല്ല, ആ കുട്ടിയാണ് എന്നെ നോക്കുന്നത്. ആണോ? അതേനെ, ഞാൻ വെറുതെ കാഷ്വലായിട്ട് നോക്കിയതാ. അപ്പോഴാ കുട്ടി എന്നെ നോക്കി നിൽക്കുന്നത്. നീ നോക്കിയതുകൊണ്ടല്ലേ അത് കണ്ടത്? ഞാൻ മനപ്പുറം നോക്കിയതല്ല. ഏട്ടത്തി വേണി നോക്കിക്കോ, ആ കുട്ടി എന്നെ നോക്കുന്ന കാണാം. നോക്ക്. അതേടാ, ആ കുട്ടി ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇങ്ങോട്ടല്ല, എന്നെയാണ് നോക്കുന്നത്. ആരാ അത്? നിനക്കറിയുന്ന ആളാണോ? നമ്മുടെ ഏരിയയിലുള്ളതല്ല, ഇനി പുതിയതായിട്ട് വന്നതാണോന്നറിയില്ല കേട്ടോ. അത് ശരി. അപ്പൊ ഏരിയയിലെ മുഴുവൻ കുട്ടികളും നിനക്ക് അറിയാല്ലേ? ഒരുവിധം. ഞാൻ ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഉറപ്പ് എന്നെ തന്നെയാ. അയ്യാടാ, ചെറുക്കന് നാണാവുന്നോ? പിന്നില്ലാതിരിക്കോ? ഇത്ര സുന്ദരിയായ പെൺകുട്ടി എന്നെ നോക്കൂല്ലേ? അല്ല, കോളേജിൽ ഒരു കുട്ടി നിന്നെ നോക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതോ? അതൊക്കെ അവസാനിച്ചെടുത്തി. അവൾക്ക് ഞാനൊരു ബ്രദറിനെ പോലെയാണെന്ന്. ചിരിക്കുന്നോ? പക്ഷെ ഈ കുട്ടിയുടെ നോട്ടം അങ്ങനെയല്ല കേട്ടോ, ഉറപ്പാ. ദൈവമേ, എന്തൊരു കള്ളത്തിരിമാരിയാണ് സുധീഷേടൻ. ഏട്ടത്തെ കല്യാണം കഴിക്കാൻ ഇമാതിരി ഫ്രോഡ് പരിപാടി കാണിച്ചു വെച്ചേക്കായിരുന്നാ? എടാ, അങ്ങനെ പറയലടാ. അന്ന് കല്യാണം നടത്താൻ വേണ്ടിട്ട് ആധാർ കാർഡ് വേണമായിരുന്നു. കയ്യില് കോപ്പി ഉണ്ടായിരുന്നുണ്ട്, അതങ്ങ് എടുത്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ ഏട്ടത്തെ അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്തു. എന്നിട്ട് ആധാർ കാർഡ് കയ്യിലില്ലാന്ന് പറഞ്ഞിട്ട് ആ പാവത്തിനെ കുറെ നടത്തിപ്പിച്ചു. എടാ, അത് നിധി നമ്മുടെ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിട്ടല്ലടാ കുട്ടാ. അപ്പൊ ആ പോലീസുകാരനെ കൊണ്ട് ഡിവോഴ്സ് വേണ്ടെന്ന് പറയിപ്പിച്ചോ?
അതല്ലാതെ പിന്നെ ഞാൻ വേറെന്ത് ചെയ്യുന്ന പറയണേ? എന്നിട്ട് ഇപ്പൊ എന്തായി? എല്ലാം കൊള്ളായില്ലേ? എടാ, നിധിയുടെ പിറന്നാളിന്റെ അന്ന് രാത്രി എന്നെ കൊണ്ട് പുറത്തു പോയില്ലേ? അന്ന് അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയൂ? പിന്നെ പറയില്ലേ, അമ്മ അതിരി പണിയല്ലേ സുധീഷേട്ടൻ ചെയ്തേ. എടാ, നീയും കൂടി ഇങ്ങനെ പറയില്ലേ? എനിക്ക് അവളോട് ഇഷ്ടം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് ഇഷ്ടല്ല, ഒരുമാതിരി പിടിച്ചു വാങ്ങല. ഈ ചെയ്യണതൊന്നും തെറ്റാന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? ഇത് തോന്നിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആധാർ കാർഡ് കൊടുത്തിരുന്നെങ്കിലേ അവള് പണ്ടേ വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് പോയേനെ. ഞാൻ അങ്ങനെ ചെയ്തോണ്ട് അവൾക്ക് വീട് നിങ്ങളൊക്കെ ആയിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായില്ലേ? ഹോസ്റ്റലിൽ പോയിട്ട് അവള് തിരിച്ചു വന്നില്ലേ? അതിനു വേണ്ടിയാ. എന്തായാലും സുഭാഷ് ചേട്ടന് വേഗം പെണ്ണ് കെട്ടിയാൽ മതിയായിരുന്നു. അതെന്താടാ? അല്ല, ഏതായാലും ഏട്ടത്തിൽ ഡിവോഴ്സ് വാങ്ങി പോവാന്ന് ഉറപ്പായില്ലേ? ചുമ്മാ വെറുതെ വർത്താനം പറയല്ലേ. ഹിമാതിരി ഫ്രോഡ് പരിപാടി കാണിച്ച ഒരാളുടെ കൂടെ ഏത് പെണ്ണ് ജീവിക്കും സുധീഷേട്ടാ? എടാ, അത് ലവ് ഉണ്ടാടാ. ഹയ്യേ, ഇതാണോ ലവ്? എന്തേ, ഇത് ലവ് അല്ലേ? ഞാൻ കരുതിയത് നീ പ്രേമത്തിൽ കുരുങ്ങിയപ്പോ എന്റെ പ്രശ്നം കുറച്ചെങ്കിലും മനസ്സിലാവൂന്ന. എല്ലാവരും സ്വാർത്ഥന്മാരാണല്ലോ ദൈവമേ. എന്റെ സുധീഷേട്ടാ, പ്രേമം സ്വാഭാവികമായിട്ടുണ്ടാവണം. ഇത് ശരിക്കും പിടിച്ചു പറിക്കണ പോലെയല്ലേ? അതെ, ഞങ്ങൾക്കെല്ലാവർക്കും ജാതകം ഉണ്ടോ? ഓ, ഇംഗ്ലീഷിൽ പറയണമായിരിക്കും. ഹോറോസ്കോപ്പ്. നിങ്ങളുടെ ആരുടെയും തലയിലെടുത്ത് കാൽ കാശിന് കൊള്ളൂല. കല്യാണ യോഗം തീരെ ഇല്ല. ഇനി അഥവാ കഴിഞ്ഞാലും അനുഭവിക്കാനുള്ള യോഗം കാണില്ല. പോരെ?